ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ മലയാള സിനിമയിൽ ഡൊമിനിക് എന്ന് പറയുന്ന പുതിയ സിനിമ ഏകദേശം സൂപ്പർ ഹിറ്റിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫാമിലികളുടെ ഒരു തള്ളിക്കയറ്റം തന്നെയാണ് പടത്തിന് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും 2 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്നും 10 കോടിക്കടുത്ത് അടിച്ചെടുക്കാൻ ഈ പടത്തിന് സാധിച്ചു എന്നാണ് ട്രെയിൻ അനലിസ്റ്റുകൾ പറയുന്നത്. തീർച്ചയായിട്ടും മമ്മൂട്ടിക്ക് ഈ പടത്തെക്കുറിച്ച്, അതിലെ ഡാൻസുകളെ കുറിച്ച്, അതിന്റെ ആക്ഷനുകളെ കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്ന് ദയവായിട്ട് നമുക്ക് കേൾക്കാം. പ്രത്യേകിച്ച് അവരുടെ അഭിപ്രായങ്ങളിൽ അവർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, കുറച്ച് ഇഷ്ടപ്പെട്ടവരുണ്ടാവും, കുറേ ഏറെ ഇഷ്ടപ്പെട്ടവരുണ്ടാവും, കുറച്ചുകൂടി ഇഷ്ടപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും, കുറച്ചുകൂടെ നന്നാക്കാമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും, വളരെ നന്നായി എന്ന് പറയുന്നവരുണ്ടാവും. അങ്ങനെ പല ആൾക്കാരുണ്ടാവും. അവരെടുത്തിപ്പോൾ ഞാൻ അങ്ങോട്ടൊന്നും പറയാനില്ല, അവർ പറയുന്നത് കേൾക്കുക എന്നുള്ളതാണ്. ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഒരു സോപ്പോർട്ട് ഹീറോ ക്യാരക്ടറല്ല നമ്മൾ ചെയ്യുന്നത്. അതായത് അയാൾ റിട്ടയർഡ് പോലീസ് ഓഫീസറാണ്. റിട്ടയർഡല്ല, എന്താ പറയുക, പിരിച്ചുവിടപ്പെട്ട ഒരാളാണ്. അപ്പോൾ അയാൾക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അയാളുടെ ഫാമിലി, അയാളുടെ പേഴ്സണൽ പ്രോബ്ലംസ്, അയാളൊരു ഡയബറ്റിക് പേഷ്യൻ്റാണ്. അപ്പോൾ ഈ ഫൈറ്റും ഗുസ്തിയൊക്കെ നമുക്ക് എല്ലാ ഹീറോയും ഒരേപോലെ ഫൈറ്റ് ചെയ്യണമെന്ന് പറയരുത്. എല്ലാ കഥാപാത്രങ്ങളും ഗുസ്തിക്കാരല്ലല്ലോ. ഇതിനകത്ത് ഡൊമിനിക് അങ്ങനെ ഒരു ഗുസ്തിക്കാരൊന്നുമല്ല. അയാളെ തൽക്കാലത്തേക്ക് ഒരു എന്താ പറയുക, ഒരു ജീവരക്ഷാർത്ഥമുള്ള ഫൈറ്റുകളൊക്കെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഈ പടത്തിലെ ഫൈറ്റുകളൊക്കെ വളരെ ക്രിസ്പായിട്ടുള്ളത്. അല്ലെങ്കിൽ ഒരു 100 പേരൊക്കെ ഇടിച്ച് വീഴ്ത്തുന്ന നായകന്മാരുണ്ടല്ലോ ഇവിടെ. ഞാനും ചെയ്തിട്ടുണ്ടില്ലെന്നില്ല. പക്ഷെ ഇത് അങ്ങനത്തെ ഒരു കഥാപാത്രമല്ല. കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ട് കുറച്ചുകൂടി റൂട്ടഡ് ആകാൻ വേണ്ടിയാണ് കഥാപാത്രം അങ്ങനെ വന്നത്. സാറ് പറഞ്ഞ് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ കൂട്ടാം, കുറച്ചുകൂടെ സ്വാഗ് ഉണ്ടാക്കാം. അത് വേണ്ടല്ലോ, നമ്മൾ സ്വാഗ് ഒരുപാട് കണ്ടതല്ലേ. അപ്പോൾ അതിൽ വ്യത്യസ്തമായ കഥാപാത്രം ആയിക്കോട്ടെ, ഒരു സാധാരണ മനുഷ്യനായിക്കോട്ടെ, സാധാരണ മനുഷ്യനെ കൊണ്ടാവുന്നതൊക്കെ ചെയ്യുന്ന ഒരാളായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെയുള്ളത്. അപ്പോൾ അത് സ്വീകരിക്കപ്പെടുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. നമ്മുടെ സിനിമ പ്രേക്ഷകരുടെ സിനിമാ ബോധങ്ങളുടെ വളർച്ചയാണ് കാണിക്കുന്നത്. കാരണം ഇങ്ങനെയുള്ളൊരു കഥാപാത്രത്തെ നായകനായി കാണാനും അങ്ങനെയുള്ളൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിൽ അങ്ങനെ ഉള്ള സീനുകളും അങ്ങനെയുള്ള ആശയങ്ങളും ഉൾക്കൊള്ളാൻ അവർക്ക് സാധിക്കുന്നുള്ളത് വലിയ കാര്യമാണ്. സ്വാഭാവികമായിട്ടും ഞാൻ ഈ ഡാൻസിനോട് അത്ര പരിചയമുള്ള ആളല്ല. ഞാൻ ഡാൻസൊന്നും പഠിച്ചിട്ടില്ല, മറ്റേ കലാമണ്ഡലത്തിൽ. അതുകൊണ്ട് പുതിയ മടിയാണ്. പിന്നെ സാറ് പറഞ്ഞ ധൈര്യം തന്നു. പിന്നെ എന്തോ ആവട്ടെ അന്ന് പെട്ടുപോയില്ല എന്ന് വിചാരിച്ചങ്ങ് ചെയ്തു. അത് വളരെ അതിൻ്റെ 3 ഇരട്ടി ഉണ്ടായിരുന്നു. ഞാനിന്ന് ഇറങ്ങി പുറകോട്ട് വന്നതാണ്. ഡാൻസ് മാസ്റ്റർ കാര്യങ്ങൾ പഠിച്ചു. അതൊക്കെ എത്രത്തോളം മോശമായിട്ടുണ്ടോ അത്രത്തോളം ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തു. ഒരു ഫാൻ ബോയ് മൂവ്മെന്റ് ആണ് ഇവിടെ. പ്ലസ് പടത്തിലൊരു ഡയലോഗ് ഉണ്ട്, ഡാൻസ് എന്ന് പറഞ്ഞ ഒരു വീക്ക്നെസ് ആണ് സാർ ഡൊമിനിക്കായിട്ട് പറഞ്ഞത്. അപ്പോൾ ഇത് വേണമെന്ന് ഞാൻ ഭയങ്കര ഒരു ഡാൻസ് കാണാൻ വേണ്ടി കേട്ടിട്ടുണ്ടല്ലോ. സിനിമ ഇതെല്ലാം നമുക്ക് ഇഷ്ടമുള്ളതുണ്ട്. അതേ ഉള്ളൂ. നമ്മളെല്ലാവരും ഡാൻസ് കളിക്കും. ഈ കുറെ വർഷം മുമ്പ് ഒരു കഥ പറയാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോ നമുക്കിപ്പോ നറേറ്റ് ചെന്നപ്പോഴും അതെവിടെയെന്ന് ആദ്യം ചോദിച്ചെന്നാ കേട്ടെ. ശരിക്കും ആ ടൈമിൽ കേട്ട കഥ ആ കഥ ഇതുപോലൊരു പോലീസ് ഓഫീസറുടെ കഥയാണ്. ഇതുപോലെ റിട്ടയർഡ് പോലീസ് ഓഫീസറാണ്. ഇതല്ല കഥ. അതൊരു സീരിയൽ കില്ലറിന്റെ കണ്ടുപിടിക്കുന്ന ഒരു കഥയാണ്. നല്ല രസമുള്ള കഥയാണ്. അതൊരു 10-20 വർഷമായിരുന്നു അല്ലേ. 2005 20 വർഷം കിട്ടി. അത് അനുഭവപ്പെടുത്തിയ കൊണ്ടുവന്ന കഥയാണ്. പുള്ളി പക്ഷേ കഥ പറഞ്ഞ് ഞാൻ കുറച്ച് ആവേശഭരിതനായിട്ട് ഇത് പിന്നെ പുള്ളി ആ ഭാഗത്തേക്ക് വന്നിട്ടില്ല. പിന്നെ ഇവിടെയാണ് പോകുന്നത്. പക്ഷെ നല്ല കഥയാണ്. പക്ഷെ അതിപ്പോൾ റിട്ടയർഡ് പോലീസ് ഓഫീസറാണ്. റിട്ടയർഡ് അല്ലേ, സസ്പെൻഡഡ് റിട്ടയറിംഗ് പോലീസ്. അതേ റിട്ടയർമെന്റ് ആണ്. ഇനിയിപ്പോ പുള്ളി അത് ചെയ്യുന്നിടത്ത് വേറെ കഥകളുണ്ടല്ലോ. അതൊക്കെയൊന്നും പറ്റുമല്ലോ. അതുകൊണ്ടാണ് ഇതോടെ പോയത് തിരിച്ചു വിളിപ്പിച്ചത്. ഞാൻ തിരിച്ചു വിളിച്ചിട്ടില്ല പുള്ളിയെ. പുള്ളി പോയിട്ടില്ല. എൻ്റെ പുള്ളി പോയിട്ട് പുള്ളി തിരിച്ചു വന്നു. ഞാൻ മമ്മൂട്ടി തന്നെ വളരെ വ്യത്യസ്തമായ രീതിയിൽ ഈ പടത്തെ വിലയിരുത്തുന്നുണ്ട്. മമ്മൂട്ടി പറയുന്നുണ്ട്, ഈ പടത്തിനുള്ള വിമർശനങ്ങൾ ഞാൻ സതുദ്ദേശത്തോടു കൂടി തന്നെ സ്വീകരിക്കുകയാണ് എന്നും, ചിലർക്ക് നന്നായി എന്ന അഭിപ്രായമുണ്ട്, ചിലർക്ക് ഇനിയും നന്നാക്കണമെന്ന അഭിപ്രായമുണ്ട്, ചിലർ ഇതിലും നന്നായി ചെയ്യാമായിരുന്ന അഭിപ്രായമുണ്ട്. അതെല്ലാം നമുക്ക് സ്വീകരിക്കാൻ വേണ്ടി മാത്രമേ പറ്റൂ എന്നാണ് മമ്മൂട്ടി പറയുന്നത്. എന്നാൽ തൻ്റെ ജീവിതത്തിൽ താൻ ചെയ്ത കഥാപാത്രങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു കഥാപാത്രമാണ് ഇത് എന്നാണ് മമ്മൂട്ടി പറയുന്നത്. അത് താൻ ഒരുപാട് സന്തോഷത്തോടു കൂടി ഗൗതം മേനോനിൽ നിന്നും സ്വീകരിച്ച ഒരു റോളാണ് ഇത് എന്നും മമ്മൂട്ടി പറയുകയുണ്ടായി. അതുപോലെ തന്നെ മമ്മൂട്ടി പറയുന്നുണ്ട്, ഇതിലൊരു കഥാപാത്രം എന്ന് പറയുന്നത് ഒരു റിട്ടയറായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് ആണ് എന്നും, അതുപോലെ അദ്ദേഹത്തിന് വലിയൊരു ഫൈറ്റിംഗ് ഒന്നും തന്നെ ചെയ്യാൻ വേണ്ടി സാധിക്കുകയില്ല എന്നും, അതിൻ്റെ
ഒരു ഉള്ളിൽ നിന്നുകൊണ്ടുള്ള ഒരു ചെറിയ ഫൈറ്റ് സീക്വൻസും കാര്യങ്ങളും എല്ലാമാണ് ഈ പടത്തിൽ ചേർത്തിട്ടുള്ളത് എന്നും അതുകൊണ്ടാണ് വലിയ ഒരു ആക്ഷനും കാര്യങ്ങളുമൊന്നും നിങ്ങൾ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കരുത് എന്ന് മമ്മൂട്ടി തന്നെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ഓവർ കോൺഫിഡൻറ്റോട് കൂടി നമ്മൾ ഈ പടത്തെ സമീപിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിരാശയായിരിക്കും. അല്ലാതെ നല്ലൊരു സിനിമ കാണണം എന്നൊരു രീതിയിൽ നമ്മളൊരു എൻ്റർടൈൻമെൻറ്റിനെ ആസ്വദിക്കണമെന്ന് വിചാരിച്ച് നമ്മൾ ഈ പടത്തിന് കയറുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഫാമിലി പാക്കേജ് തന്നെയാണ് നമ്മുടെ ഡൊമിനിക് എന്ന് പറയുന്ന മമ്മൂട്ടിയുടെ പുതിയ പടം. തീർച്ചയായിട്ടും വിശ്വസിച്ച് ടിക്കറ്റ് എടുക്കാമെന്ന് പുതിയ പടത്തിൻ്റെ റിവ്യൂ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. തീർച്ചയായിട്ടും മമ്മൂട്ടി ഫാൻസിന് മാത്രമല്ല മോഹൻലാൽ ഫാൻസ് വരെ ഇപ്പോൾ മമ്മൂട്ടിയുടെ ഡൊമിനിക് എന്ന് പറയുന്ന പുതിയ പടത്തിന് ആശംസകളും അതുപോലെ തന്നെ അഭിവാദ്യങ്ങളും എല്ലാം അർപ്പിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ പടം വമ്പൻ ഹിറ്റിലേക്കാണ് പോകുന്നത് എന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ പറയുന്നത്. ഏകദേശം 2 ദിവസം കൊണ്ട് 10 കോടിക്ക് അടുത്ത് കേരള ബോക്സ് ഓഫീസിൽ തന്നെ ഈ പടം അടിച്ചെടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു 100 കോടിയിലേക്ക് വിദൂരമല്ല എന്ന് വേണം പറയാൻ. തീർച്ചയായിട്ടും പടം വമ്പൻ ഹിറ്റിലേക്ക് കുതിക്കട്ടെ എന്നുള്ള എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് വീണ്ടും നല്ല റിവ്യൂ